അങ്ങനെ വീക്കിലി ടാസ്കിൻ്റെ ഇന്നത്തെ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അവർക്ക് ഇന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇന്നത്തെ ഈ അക്ബറിൻ്റെയും ടീമിൻ്റെയും പെർഫോമൻസിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഇന്നലെ അവർക്ക് ഈ ടാസ്കിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ലായിരുന്നു. കൊടുത്തിട്ടുള്ള ഓർഡർ അവർ കറക്റ്റായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇന്ന് അവർക്ക് ഈ ടാസ്ക് എന്താണെന്നുള്ളത് മനസ്സിലായി. ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് നൂറയ്ക്കാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണമെന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ഈ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഇവരുടെ പ്ലാനിങ് ഒക്കെ നല്ലതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ നല്ല രീതിയിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുമായിരിക്കും എന്ന്. പക്ഷേ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കയറിയതിന് ശേഷം പിന്നെ അടിയായി, പിടിയായി, അക്രമായി, പ്രോപ്പർട്ടീസ് വലിച്ചെറിയലായി. ഇത് വലിച്ചെറിയുന്ന സമയത്ത് ഷാനവാസിൻ്റെ മേത്ത് പോയി കൊള്ളുന്നുണ്ട്, നൂറേൻ്റെ കൈ മുറിയുന്നുണ്ട്, അക്ബറിൻ്റെ കൈ മുറിയുന്നുണ്ട്. അങ്ങനെ ആകെപ്പാട് ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് കുളവായി. ഇതിങ്ങനെ അല്ലാതെ വളരെ മനോഹരമായിട്ട് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. പോരാത്തതിന് അക്ബർ യൂണിയൻ ലീഡറും കൂടിയാണ്. അക്ബറിന് ഈ ടാസ്ക് വളരെ മനോഹരമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. ഇവരുടെ പ്ലാനിങ്ങും അതേപോലെ തന്നെ അവിടെ എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. പക്ഷേ അതിന് പകരം ഇതിപ്പോൾ എളുപ്പമല്ലേ, ഇവർ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് എളുപ്പമാണ്. വരിക, അക്രമം കാണിക്കുക, ടാസ്കിൽ നിന്ന് മാറി നിൽക്കുക, ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുക, ആകെപ്പാട് അലമ്പാക്കുക, പ്രോപ്പർട്ടീസ് വലിച്ചെറിയുക, നശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്താ കിട്ടുക അതിനകത്തുനിന്ന്? ഒരു വശത്ത് ഓവർ അഗ്രഷൻ കാണിച്ച് പ്രോപ്പർട്ടീസൊക്കെ നശിപ്പിച്ച് ആകെ അലമ്പാക്കിയിട്ട് ഒരു ടീം ഇപ്പുറത്ത് നിൽക്കുന്നു. ഇപ്പുറത്തെ വശത്ത് മരിച്ചു കിടന്ന് കിട്ടിയ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ട് മാക്സിമം ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നൂറ, ആദില, ബിന്നി, പിന്നെ അതേപോലെ ജിഷിനും കൂടെ ശ്രമിക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ആ ടാസ്ക് കൊള്ളായി. അതുകൊണ്ട് തന്നെ അക്ബറിൻ്റെയും ടീമിൻ്റെ ഇന്നത്തെ പെർഫോമൻസിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഏതായാലും അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് കഴിയുന്ന സമയത്ത് ഇവർക്ക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ 25 ചെരുപ്പുകളാണ് ഇവർക്ക് ആകെ നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇന്ന്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ചെരുപ്പും കൂടെ അവർ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോഡൗണിൽ വെച്ചിരുന്നതാണ്, അതും കൂടെ ആഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുമ്പോൾ ബിഗ് ബോസ് പറയുന്നു അത് നടക്കുന്ന കാര്യമല്ല. ഇന്നുണ്ടാക്കിയ ഇന്നലത്തെ ചെരുപ്പും ഇന്നത്തെ ചെരുപ്പും കൂടെ മൊത്തം 100 ജോഡി ചെരുപ്പുകൾ വേണം. പക്ഷേ ഇന്ന് 25 എണ്ണം മാത്രമേ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടാസ്കിൽ അവർ പരാജയപ്പെട്ടു. അതിനുശേഷം ഇവരോട് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു. നൂറേൻ്റെ അടുത്ത് കയ്യിലുള്ള കോയിൻസ് വിതരണം ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഈ ബിന്നിക്കും ആദിലയ്ക്കും ജിഷിനും 2 കോയിൻസ് വീതം ഈക്വലായിട്ട് അവർ നല്ല രീതിയിൽ പണിയെടുത്തത് കൊണ്ട് ഈക്വലായിട്ട് ഗോൾഡിൻ്റെ കോയിൻസ് കൊടുക്കുന്നു. അക്ബറിന് ഒരു ബ്ലാക്ക് കോയിനും കൊടുക്കുന്നു. അഭിലാഷിന് 2 ബ്ലാക്ക് കോയിൻസും കൊടുക്കുന്നു. അപ്പോൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് ആരുടെ കയ്യിലാണോ അവരാണ് ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിൽ വരിക. അപ്പോൾ നിലവിൽ ബ്ലാക്ക് കോയിൻസ് ഉള്ളത് നൂറേൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്, അഭിലാഷിൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്, അക്ബറിൻ്റെ കയ്യിൽ 1 എണ്ണം ഉണ്ട്. അതേപോലെ നാളെ നടക്കുന്ന റൗണ്ടിൽ ഈ കൊടുക്കുന്ന ഓർഡറുകൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നൂറയ്ക്ക് സൂപ്പർ പവറുകൾ നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ.